നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വിഷുവൊക്കെ കഴിഞ്ഞതല്ലേ, വിഷുവിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് നല്ല ചെറിയ പഴുത്ത മാങ്ങ കേട്ടോ, നല്ല ചെറിയ മാങ്ങ നോക്കിയിട്ട് എടുക്കണം പഴുത്തത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണോളം മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങയും പിന്നെ 1 സ്പൂണോളം നല്ല ജീരകവും, ചെറിയ ജീരകമാണ് കേട്ടോ, അതും ഒരു 5-6 കാന്താരി മുളകും ചേർത്ത് കൊടുത്തിട്ട് അത് നല്ല പോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പോലെ നരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം. അതൊന്ന് വറ്റി വരുമ്പോൾ നല്ല പോലെ കുറുകിയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പോളം നല്ല അത്യാവശ്യം പുളിയുള്ളൊരു തൈര് ചേർത്ത് കൊടുക്കാം. ആ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി റെഡി ആയിട്ടാണ്. പിന്നെ നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും 1 സ്പൂണോളം കടുകും ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.